just like animals, animals, like animals. സോറി കിച്ചൻ, ഞാൻ പെട്ടെന്ന് അറിയാതെ സോറി, റിയലി സോറി. എന്താ ഒന്നും പറയാത്തെ? എന്നോട് ദേഷ്യമുണ്ടോ കിച്ചന്? ഇല്ല. Thank God. That's a great relief. Thank you so much, baby bear. Are you okay, kitchen? വീണപ്പോ എന്തെങ്കിലും പറ്റിയോ? ഇല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ കാല് ചെറുതായിട്ട് വേദനിക്കുന്നുണ്ട്. കാല് വേദനിക്കുന്നുണ്ടോ കിച്ചന്? എന്നാ ഞാൻ എടുത്തോട്ടെ? എന്താ? അല്ല, കിറ്റണിപ്പോ കാലുവേദനയാണല്ലോ, സോ നടക്കാൻ പ്രയാസം കാണും. അതുകൊണ്ട് ഞാൻ എടുത്തുകൊണ്ട് നടന്നോട്ടെ എന്നാ ചോദിച്ചേ. വേണ്ട വേണ്ട വേണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ നടന്നോളാം. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ കിറ്റൻ? ഞാൻ പറ, where are you guys right now? ഞങ്ങൾ ബോസ് നിൽക്കുന്ന ലൊക്കേഷൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ടുണ്ട്. ഒരു 1 മിനിറ്റ്, അതിനുള്ളിൽ ഞങ്ങൾ എത്തും. ഗുഡ്. എന്നാ വേഗം ഒരു വണ്ടി അറേഞ്ച് ചെയ്തിട്ട് ഇവിടേക്ക് വന്നിട്ട് തേനയും കൊണ്ട് പോവാൻ നോക്ക്. നിങ്ങൾ ഇവിടെ എത്തുമ്പോഴേക്കും വണ്ടി എവിടെ റെഡി ആയിരിക്കണം. ഗോട്ട് ഇറ്റ്? ഓക്കെ ബോസ്, ഷുവറായിട്ടും. അല്ല, അപ്പോൾ കുക്കിച്ചൻ വരുന്നില്ലേ? ഇല്ല കിറ്റൻ, നീ ഇപ്പോൾ അവർ വരുമ്പോൾ ചെല്ലാൻ നോക്ക്. കാലിന് വയ്യാത്തതല്ലേ? അയ്യോ, അതിന് എനിക്ക് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. കാലിന് ചെറിയൊരു വേദനയേ ഉള്ളൂ. വാ, നമുക്ക് വീട് വരെ നടന്നു പോവാം കുക്കിച്ച. പറയുന്നത് കേക്ക് കിറ്റൻ. വീട് വരെ ഇനിയുണ്ട് ഒത്തിരി നടക്കാനായിട്ട്. അവിടെ എത്തുമ്പോഴേക്കും കാലാകെ വയ്യാതായിട്ടുണ്ടാവും. അതുകൊണ്ട് പറയുന്നത് അനുസരിക്ക്. ഞാൻ പറഞ്ഞത് കേൾക്കാഞ്ഞിട്ട് ഇപ്പോൾ എത്ര അബദ്ധത്തിൽ ചെന്ന് ചാടി. പ്ലീസ് കുക്കിച്ച, പ്ലീസ്. ബേബി ബെയറിൻ്റെ ഹെൽത്ത് വെച്ച് ഒരു കോംപ്രമൈസിനും ഞാനില്ല. എനിക്ക് എൻ്റെ കിച്ചൻ എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കണം. ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്, അതെനിക്ക് നിർബന്ധം. എന്നെ സമ്മതിക്കാഞ്ഞിട്ടല്ലേ? അല്ലെങ്കിൽ നമ്മുടെ വീട് വരെ നമുക്ക് ഒരുമിച്ച് പോകാമായിരുന്നല്ലോ. എങ്ങനെ? ഞാൻ ഓൾറെഡി പറഞ്ഞതാ, എന്നാലും വീണ്ടും പറയാം. എടുത്തുകൊണ്ട് നടന്നോട്ടെ വീട് വരെ എൻ്റെ കിറ്റനെ. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പോവുകയും ചെയ്യാം. വേണ്ട, ഞാൻ സന വരുമ്പോൾ കൂടെ പൊക്കോളാം. എന്നെ കളിയാക്കുവാണോ? നോ നോ, ഒന്നുമില്ല കിറ്റൻ, ഞാൻ വെറുതെ ചിരിച്ചതാ. സന വരുന്നുണ്ട്. ബോസ്, കാർ റെഡി ആയിട്ടുണ്ട്, മാമിനെ കൊണ്ടുപോട്ടെ? ഓക്കെ. ഓക്കെ ബോസ്, വാ മാം, പോകാം. അല്ല, മാമിൻ്റെ കഴുത്തിനത് എന്ത് പറ്റി? ഒന്നുമില്ല, ഒരു പ്രാണി കടിച്ചതാ. അതെയോ? എന്നാ എൻ്റെ കയ്യിൽ ആൻറ്റിസെപ്റ്റിക് ക്രീമുണ്ട്, അത് തേക്കട്ടെ? അത് കുഴപ്പമില്ല, ഇത് തന്നെ പൊക്കോളും, തേക്കണ്ട. നമുക്ക് പോവാം. ഓക്കെ, വാ മാം, പോകാം.
വാട്ട് ക്യാൻ ഐ ഡു? തെറ്റെൻ്റെ ഭാഗത്തായിരുന്നു. ഐ ഷുഡ് ഹാവ് കൺട്രോൾഡ് മൈസെൽഫ്. കൊടുത്ത വാക്ക് പാലിക്കുന്നതിൽ നിന്ന് ഒരടി പോലും മാറ്റി ചവിട്ടാത്തവനാ ഞാൻ. എനിക്ക് ബേബി ബേറിൻ്റെ കാര്യത്തിൽ മാത്രം എന്താ ആ വാക്ക് പാലിക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ടാ ആവർത്തിക്കില്ല എന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുന്ന തെറ്റ് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നേ? Her face, her eyes, her lips, her smell. Her everything is dragging me more towards her. ചെയ്യരുതെന്ന് മനസ്സിൽ ആവർത്തിക്കുമ്പോഴും എന്തുകൊണ്ടാ ഞാനിങ്ങനെയൊക്കെ? എന്നെ കൊണ്ട് ചെയ്യുക ഇതൊക്കെ. എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. I'm sorry, കിട്ടൻ. നിന്റെ കാര്യത്തിൽ മാത്രം തന്ന വാക്ക് പാലിക്കാൻ എനിക്കറിയില്ല. അതിന് കാരണവും നീ തന്നെ. You can't blame me. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് നാൻസി. ഞാൻ പാലും പിന്നെ കുറച്ച് കേക്കും ഒരിത്തിരി കട്ട് ഫ്രൂട്ട്സും കൊണ്ടുവന്നിട്ടുണ്ട്. മാം അതൊക്കെ ഒന്ന് കഴിച്ച് ഫ്രഷ് ആയിട്ട് താഴേക്ക് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഞാനിപ്പോൾ സാറ് പറഞ്ഞിട്ടത് കൊണ്ടുവന്ന് തന്നെ. കുക്കിച്ചൻ പോയോ? കുക്കിച്ചനോ? അതാരാ മാം? ഓ സോറി, നിങ്ങളുടെ സാറ്. ആഹാ, സാറിന് കുക്കിച്ചൻ്റെ പേര് കിട്ടോ? ഇതൊക്കെ ഇപ്പം നടന്നു, അത്ഭുതമാണല്ലോ. എനിവേയ്സ്, സാറിപ്പോൾ കുറച്ച് നേരത്തെ പോയതേ ഉള്ളൂ. ആണോ? എന്നിട്ട് എന്നെ കാണാൻ വന്നില്ലല്ലോ. എന്താ മാം? ഒന്നുമില്ല, നാൻസി താഴേക്ക് പൊക്കോളൂ, ഞാൻ വന്നേക്കാം. ശരി മാം. ചേച്ചി. ആഹാ, എപ്പാ വന്നു ഇന്നലെ? ഞാൻ കണ്ടില്ലല്ലോ. ഞാനൊരു 1 മണി ആവാറായപ്പോഴാ എത്തിയേ. വെറുതെയല്ല ഞാൻ കാണാനേ. എന്തായാലും കുഞ്ഞുമാ, ഫുഡ് കഴിക്കാം. അയ്യോ ഇപ്പം വേണ്ട ചേച്ചി, കുറച്ച് നേരത്തെ നാൻസി കഴിക്കാൻ പാലും കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഇട്ട് വന്നേ ഉള്ളൂ. ഇനി കുറച്ച് നേരം കഴിഞ്ഞ് കഴിക്കാം പ്ലീസ്. കുഞ്ഞിൻ്റെ ഇഷ്ടം. ആ അതെ കുഞ്ഞ്, ഒരു ചെറിയ സഹായം ചെയ്യോ? ആ എന്താ ചേച്ചി പറഞ്ഞോ. എൻ്റെ മോൾക്ക് കോളേജിൽ ഫെയർവെല്ല. പുള്ളിക്കാരത്തേക്ക് സാരി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു നല്ല സാരിയും വാങ്ങിച്ചു, ബ്ലൗസും തയ്പ്പിച്ചു. മോളുടെ അതേ ശരീരപ്രകൃത സെയിം അതേപോലെ തന്നെ. അപ്പോൾ മോളൊന്നിട്ട് കാണിക്കുമോ? കാരണം ഇത് ഫിറ്റ് ആവുമോയെന്ന് അറിയില്ല. അപ്പം അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താനെന്ന് വെച്ചിട്ടാണ് ബ്ലൗസിൽ. ഒന്നിട്ട് കാണിക്കുമോ? അയ്യോ ചേച്ചി, മോളുടെ സാരി എങ്ങനെയാ ഞാൻ എടുക്കുന്നേ? എൻ്റെ പൊന്നു കുഞ്ഞി, അതൊന്നും ഒരു പ്രശ്നമേ അല്ല. കുഞ്ഞിൻ്റെ അതേ ശരീരപ്രകൃതവും വണ്ണവും പൊക്കവും നിറവും തന്നെ എൻ്റെ മോൾക്ക്. അപ്പോൾ മോൾക്ക് ഭംഗിയുണ്ടാവുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് കൂടിയാ. ഒന്നിട്ട് കാണിക്കോ? ഓക്കെ.
കളിക്കുന്നേ? നല്ല രസമുണ്ട് കുഞ്ഞെ കാണാൻ. ശരിക്കും? ആ, ശരിക്കും. കുഞ്ഞ് ജസ്റ്റ് ഒന്ന് സാറിനെ കാണിച്ചിട്ട് വരോ? അതെന്തിനാ? ചുമ്മാ ഒന്ന് കാണിച്ചിട്ട് വാ. അതിന് ആള് രാവിലെ തന്നെ പോയല്ലോ. അത് പോയി, പക്ഷെ കുറച്ചു നേരം മുന്നേ ഞാൻ ഗാർഡൻ്റെ അവിടെ കണ്ടായിരുന്നു. നീ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് വാ, കണ്ടില്ലെങ്കിൽ തിരിച്ചു പോന്നേര്. അത് വേണോ ചേച്ചി? വേണം. ഒന്ന് ചുമ്മാ പോയി കാണിച്ചിട്ട് വാ, കണ്ടില്ലെങ്കിൽ തിരിച്ചു വന്നാൽ മതി. പിന്നെ അധികം അങ്ങോട്ട് പോവാൻ നിൽക്കണ്ട കേട്ടോ. ഗാർഡൻ്റെ അറ്റത്തായിട്ട് ഒരു പഴയ ബിൽഡിംഗ് ഉണ്ട്. ആ ഭാഗത്തേക്ക് ഒരു കാരണവശാലും പോകരുത്. വേഗം തിരിച്ചു വന്നേക്കണേ കണ്ടില്ലെങ്കിൽ. കേട്ടോ കുഞ്ഞെ? അതെന്താ അങ്ങനെ? അതങ്ങനെ. കുഞ്ഞിപ്പോൾ തൽക്കാലം എത്ര അറിഞ്ഞാൽ മതി. പോയിട്ട് വാ. ശരി ചേച്ചി. എവിടെ പോയി? ഇതല്ലേ ചേച്ചി പറഞ്ഞ ഗാർഡനിലെ ആ പഴയ ബിൽഡിംഗ്? പോകണ്ടെന്ന് പറയാൻ മാത്രം ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ നിശബ്ദം കേൾക്കുന്നു. എന്താ ചേച്ചി, എന്തൊരു ബഹളം? അറിയില്ല എന്താ പറ്റിയെന്ന്. കുഞ്ഞു മുകളിലേക്ക് നിലവിളിച്ചോടുന്ന കണ്ടു.